CPM പാർട്ടി അംഗത്വം പുതുക്കാൻ അപേക്ഷയിൽ ഇനി പ്രവർത്തകർ മതവും രേഖപ്പെടുത്തണം. അപേക്ഷാ ഫോറത്തിൽ ന്യൂനപക്ഷമാണോ എന്ന പ്രത്യേക ചോദ്യവും ഉൾപ്പെട്ടിട്ടുണ്ട്. 2024 CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ ഫോറത്തിലാണ് ഈ വിവാദ ചോദ്യം. KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അങ്ങേയറ്റം ഒരു നിലവാരമില്ലായ്മയാണ് ഈ മെമ്പർഷിപ്പ് പുതുക്കൽ ഫോറത്തിലെ ഈ ചോദ്യത്തിലൂടെ CPM പുറത്തുവിടുന്നത്. തീർച്ചയായും രോഹിണി, അത്തരത്തിലാണ് CPM പല കവലകളിൽ ഉൾപ്പെടെ വലിയ പ്രസംഗങ്ങളാണ് നടത്തുന്നത്. മതത്തിനെതിരെയും തങ്ങളുടെ പാർട്ടിക്ക് മതവുമായി ബന്ധമില്ലെന്നെല്ലാം പല കവലകളിൽ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന പാർട്ടിയാണ്. തങ്ങളുടെ 2024 ഈ മെമ്പർഷിപ്പ് പുതുക്കൽ ഒരു ഫോമിൽ ഇത്തരത്തിലൊരു മതവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. 18 ക്വസ്റ്റ്യങ്ങളാണ് ഇതിലുള്ളത്. 18 ചോദ്യങ്ങളിൽ ഏറ്റവും അവസാനമായാണ് ഇത്തരത്തിൽ ഈ വ്യക്തിയുടെ അനുബന്ധ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ തങ്ങൾ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് അടയാളപ്പെടുത്താനുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും 2024 പുതുക്കൽ രേഖയിലാണ് ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരുടെ ഒപ്പ് രേഖപ്പെടുത്തിയായിരിക്കും ഈ മെമ്പർഷിപ്പ് പുതുക്കൽ മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, സ്കൂളുകളിൽ ഉൾപ്പെടെ മതം രേഖപ്പെടുത്താൻ പാടില്ല എന്നൊരു അപേക്ഷയിൽ മതം ഒഴിവാക്കാനുള്ള അവസരം നൽകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം CPM അത് തങ്ങളുടെ കഴിവായും തങ്ങളുടെ ഈ പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിൽ ഇത്തരം സ്കൂളുകളിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ ശ്രമിച്ചതെന്ന് CPM അവകാശപ്പെടുമ്പോഴാണ് തങ്ങളുടെ പാർട്ടിയിൽ മാറ്റം വരുത്തുവാൻ എന്തായാലും CPM തയ്യാറായിട്ടില്ല. മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് രേഖപ്പെടുത്തണം, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷമാണെങ്കിൽ പ്രത്യേകം രേഖപ്പെടുത്തണമെന്നും എന്തായാലും CPM ഈ ചോദ്യാവലിയിൽ ഉന്നയിക്കുകയാണ്. 18 ക്വസ്റ്റ്യങ്ങളിൽ ഏറ്റവും അവസാനമായാണ് ഇത്തരത്തിലുള്ള ചോദ്യാവലിയിൽ ഇത്തരത്തിൽ മതം രേഖപ്പെടുത്തുവാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മതത്തിനെതിരായിട്ടുള്ള പാർട്ടി മതം ചോദിച്ച് പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സംഭവമാണ് നിലവിൽ 2024 പുതുക്കൽ രേഖയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീജിത്ത്, നമുക്കറിയാം മതനിരപേക്ഷ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്ന CPM ആണ് ഇത്തരത്തിൽ ഏത് മതം ആണെന്ന് പാർട്ടി അംഗത്വം പുതുക്കാനുള്ള അപേക്ഷയിൽ രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം അപഹാസ്യമായ ഒരു നടപടിയിലേക്കാണ് CPM പോകുന്നത്. എന്തായാലും വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരുത്തലിന് തയ്യാറാകുമെന്ന് കരുതാമോ? എന്തായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇത് ഈ 3 വർഷത്തിലൊരിക്കലാണ് ഈ പാർട്ടിയുടെ ഈ മെമ്പർഷിപ്പ് പുതുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും പുതിയ വിവരങ്ങളൊന്നും പാർട്ടി പുറത്തുവിട്ടിട്ടില്ല. അതിന്റെ ഫോമുകൾ ഇനി എന്തായാലും ബ്രാഞ്ച് കമ്മിറ്റി അടക്കമുള്ള ഈ പാർട്ടി അംഗങ്ങൾക്ക് വിതരണം ചെയ്യുക. ഈ വിതരണം ചെയ്തതിനു ശേഷമായിരിക്കും ഇതിന്റെ ഒരു ക്രോഡീകരണം ഉണ്ടാകുക. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഇത്തരം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ മാറ്റം വരുത്താൻ എന്തായാലും പാർട്ടി ശ്രമിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബ്രാഞ്ചിലും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റിയിലും ഈ ഫോം എന്തായാലും അടിയന്തരമായി വിതരണം ചെയ്യും. കാരണം അടുത്ത പാർട്ടി കോൺഗ്രസിലായിരിക്കും ഇത്തരം അംഗങ്ങളുടെ പുതിയ മെമ്പർഷിപ്പ് നൽകുന്നതും പുതിയ പാർട്ടി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും. അതിനോടനുബന്ധിച്ചുള്ള ഫോമിലാണ് ഇത്തരത്തിൽ മതം ചോദിച്ചിരിക്കുന്നത്. തങ്ങളുടെ പാർട്ടിയിൽ അംഗം മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് എന്തായാലും CPM-ന് അറിയണം. അതുമായി അറിഞ്ഞ ശേഷമായിരിക്കും ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക. അതിൽ തന്നെ നമുക്കറിയാം പേര്, അതോടൊപ്പം അഡ്രസ്സ്, ലെവി, അത് വരുമാനം, അതോടൊപ്പം വ്യക്തിയുടെ മറ്റ് അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിൽ കൂടെയാണ് ഇത്തരത്തിൽ മതത്തിനെ കുറിച്ചും ചോദിച്ചിരിക്കുന്നത്. പാർട്ടി CPM-ന്റെ പൊതുവെ ഈ മതവുമായി ബന്ധപ്പെട്ട് മതത്തിനെതിരാണ് എന്നാണ് അവർ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇത് ഒരു മതത്തിന് മാത്രമാണ് ആ അജണ്ട നടപ്പിലാക്കുക. പക്ഷേ ന്യൂനപക്ഷത്തെ ഇപ്പോൾ അവരുടെ മതം അറിയണം. അവരുടെ മതം അറിഞ്ഞാലേ ഇത്തരത്തിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു നിലപാടിലേക്കാണ് CPM പോകുന്നത്. എന്തായാലും രോഹിണി. ശരി ശ്രീജിത്ത്, CPM പാർട്ടി അംഗത്വം പുതുക്കാൻ അപേക്ഷയിൽ ഇനി പ്രവർത്തകർ മതവും രേഖപ്പെടുത്തണം. അപേക്ഷാ ഫോറത്തിൽ ന്യൂനപക്ഷമാണോ എന്ന പ്രത്യേക ചോദ്യവും ഉൾപ്പെട്ടിട്ടുണ്ട്. 2024 CPM-ന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ ഫോറത്തിലാണ് ഈ വിവാദ ചോദ്യം.